നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് 10 ദിവസത്തിൽ താഴെയാണ് എന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നുമാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയവും ഉറങ്ങുകയാണ് പതിവെന്നും കോടതി വിമർശിച്ചു. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു. അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നും കോടതി വിധിയിൽ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളും ടി.ബി. മിനി നേരത്തെ നടത്തിയിരുന്നു. മാധ്യമങ്ങളിലടക്കം പോയി ചർച്ചകളിലിരിക്കുകയും കോടതിയെ വിമർശിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ടി.ബി. മിനി വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ടി.ബി. മിനിയെ രൂക്ഷമായി വിമർശിക്കുന്ന കോടതിയുടെ പരാമർശങ്ങൾ. കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത്. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് 10 ദിവസത്തിൽ താഴെയാണ് എന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത് എന്നുമാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല. നേരത്തെ കോടതിയെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ടി.ബി. മിനി രംഗത്തു വന്നിരുന്നു. ദിലീപ് കേസിൽ വിധി എതിരായപ്പോൾ കോടതിയെ വിമർശിക്കുന്ന സമീപനമാണ് മിനി സ്വീകരിച്ചത്. തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമാണ്. 2017 ഫെബ്രുവരി 17 രാത്രി അങ്കമാലി അത്താണിക്ക് സമീപം കാർ തടഞ്ഞു നിർത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും അശ്ലീല വീഡിയോ പകർത്തുകയും ചെയ്തുവെന്നാണ് കേസ്. ഗൂഢാലോചന കുറ്റവും തെളിവ് നശിപ്പിക്കലും തെളിയിക്കാനായില്ല എന്ന് വ്യക്തമാക്കി 8ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിനായി സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല എന്നും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശമുണ്ട്. ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. ദിലീപിനെതിരെയുള്ള നിർണായകമായ തെളിവുകൾ വിചാരണ കോടതി പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞത് നിയമപരമായി നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നീണ്ട വിധിന്യായത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അനാവശ്യ ന്യായീകരണങ്ങൾ കോടതി ഉൾപ്പെടുത്തിയെന്നും നീതി ഉറപ്പാക്കാൻ മേൽക്കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ടി.ബി. മിനി ചാനൽ ചർച്ചകളിലെ നിരന്തര വ്യക്തിത്വമായിരുന്നു. വിധി വരുന്നതിന് മുൻപ് തന്നെ നടിയെ ആക്രമിച്ച സംഭവത്തിലെ വിധി വരുന്നതിന് മുൻപ് തന്നെ ചാനൽ ചർച്ചകളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അഭിഭാഷകയുടെ വക്കീൽ എന്ന രീതിയിലുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പരിഗണന ഇവരുടെ ഭാഷ്യങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കോടതിയിൽ ഇവർ ഹാജരാകുന്നില്ല എന്നും വന്നാൽ തന്നെയും അരമണിക്കൂറിൽ താഴെയാണ് കോടതിയിൽ എത്താറുള്ളത് എന്നും വന്നാൽ തന്നെ ഉറക്കമാണ് എന്ന തരത്തിലാണ് ടി.ബി. മിനിക്കെതിരെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും വിചാരണ കോടതി ടി.ബി. മിനിയെ വിമർശിച്ചത് വലിയ വാർത്തയായി.